അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമങ്ങളെയും ഈ താല്പര്യങ്ങളെയും എല്ലാം നിലനിർത്തി തരികയും നമ്മിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യ ഭാഗത്തു നിന്ന് കുറച്ച് ആയത്തുകൾ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അത് അവസാനിപ്പിക്കാൻ നമ്മൾ പറഞ്ഞു മറ്റൊരു വിഷയത്തിലേക്ക്, മറ്റൊരു ഭാഗത്തേക്ക് സൂറത്തുൽ ഹജ്ജിന്റെ പരാമർശം കിടക്കുകയാണ്. സൂറത്തുൽ ഹജ്ജ് മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ മസ്ജിദുൽ ഹറാമിനെ സംബന്ധിച്ച് ഏറ്റവും അവസാനം നമ്മൾ വായിച്ച ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മസ്ജിദുൽ ഹറാമിനെ സംബന്ധിച്ച് അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാം, സത്യനിഷേധം പുലർത്തുകയും അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും പിന്നെ വൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ആളുകൾ, അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅൻ, മനുഷ്യർക്ക് തുല്യമായിട്ട് നാം ഏർപ്പെടുത്തിയ മസ്ജിദുൽ ഹറാം. 25-ാമത്തെ ആയത്താണ് ഞാൻ വായിക്കുന്നത്. അത് അൽ ആകിഫു ഫീഹി വൽ ബാദ്, അതവിടെ മുഖീമായ ആൾക്കുമാകട്ടെ എന്നാൽ വെളിപ്രദേശത്ത് നിന്ന് അവിടേക്ക് വരുന്ന ആളുമാകട്ടെ എല്ലാവർക്കും ഹറമിനെ തുല്യമാക്കി നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ ഹറമിനെ തൊട്ട് തടയുന്ന ആളുകൾ. എന്താ പറഞ്ഞത്? എന്തായാലും അർത്ഥം ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ഫീഹി അതിൽ ഒരു അക്രമം പ്രവർത്തിച്ചുകൊണ്ട് മതവിരോധം ഉദ്ദേശിച്ചാൽ, ഇൽഹാദിനാണ് നമ്മൾ എന്താ അർത്ഥം പറഞ്ഞ മതവിരോധം. നമ്മൾ പറഞ്ഞു പിന്നെ എത്തീസ്റ്റ്, മുൽഹിദ് എന്ന് പറയാം, മതനിഷേധി, നാസ്തികൻ എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന, നമ്മൾ കേൾക്കുന്ന അറബിയിൽ മുൽഹിദ് എന്ന് പറയാം. ഇൽഹാദ് മതവിരോധം, മതനിഷേധം. ബിഗുൽമിൻ, എന്തെങ്കിലും അക്രമം പ്രവർത്തിച്ചുകൊണ്ട് അള്ളാന്റെ മതത്തോട് വിരോധം പുലർത്താൻ ആഗ്രഹിച്ചാൽ, നുദിഖുഹു, അവനെ നാം രുചിപ്പിക്കും, അവനെ നാം ആസ്വദിപ്പിക്കും. മിൻ അദാബിൻ അലീം, എന്താണ് അലീം? വേദനയേറിയ ശിക്ഷ കൊണ്ട് നാം അവനെ ആസ്വദിപ്പിക്കും. അവിടെ നമ്മൾ പറഞ്ഞു, മുഫസ്സിറുകൾ ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന്, മസ്ജിദുൽ ഹറമിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം, അവിടെ തിന്മ ഉദ്ദേശിച്ചാൽ പോലും അതിന് ശിക്ഷയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ. അത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറിച്ചും അഭിപ്രായപ്പെട്ട പിന്നെ വിവരങ്ങൾ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെയല്ല, അക്രമം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കാവുന്നവർ അക്രമം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ എന്നും അതിനെ വിശദീകരിച്ച ആളുകളുണ്ട്. ഏതായാലും മസ്ജിദുൽ ഹറമിന്റെ പ്രാധാന്യവും പവിത്രതയും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൂചനയാണ് വിശദീകരണം എന്ന് പറയുന്നത്. അടുത്ത ആയത്തിൽ നമ്മൾ 26-ാമത്തെ ആയത്താണ് നമുക്ക് വായിക്കാനുള്ളത്. എഴുതാളെ എഴുതാലല്ലേ കുറച്ചുകൂടി നല്ലത്. إبراهيم مكان البيت.
അത് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا ബവ്വ എന്നുള്ളതിന് മുഫസ്സിറുകൾ പറഞ്ഞത് ഹയ്യ അല്ലെങ്കിൽ അറഫ അല്ലെങ്കിൽ അല്ലമ എന്നൊക്കെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്താണ്? അറിയിച്ചു കൊടുക്കുക, നിശ്ചയിച്ചു കൊടുക്കുക. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായി? അങ്ങനെയൊക്കെയാണ് വിശാലമായ അർത്ഥം പറഞ്ഞ പിന്നെ വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും. ബവ്വ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അറഫ അല്ലമ എന്നൊക്കെ പറഞ്ഞു. ബവ്വഅന നാം അറിയിച്ചു കൊടുത്തു. ഇതെന്താ? അറിയിച്ചു കൊടുത്ത സന്ദർഭം. അത് പലപ്പോഴായിട്ട് പല ആയത്തുകളിൽ നിന്നും ഇദ് എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം പറയുന്നു. ഇദ് ഖാല പറഞ്ഞ സന്ദർഭം അല്ലെ? ഇദ് റഅ കണ്ട സന്ദർഭം, ഇദ് നാദ വിളിച്ച സന്ദർഭം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇദ് ബവ്വഅന നാം അറിയിച്ചു കൊടുത്ത സന്ദർഭം, അതായത് ആ സന്ദർഭത്തെ ഓർക്കുക അല്ലെങ്കിൽ ആ സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആർക്ക്? ഇബ്രാഹിം. ആർക്ക്? ഇബ്രാഹിം. എങ്ങനെ ഓതേണ്ടത്? അങ്ങനല്ല. ഇബ് എന്നുള്ളിടത്ത് മാത്രമാണ് എന്തുള്ളത്? കൽക്കലയുടെ അക്ഷരമാണ് ബ. സുക്കൂൻ വരുമ്പോൾ ഇബ്രാഹിം. ഇബ്രാഹിമിന് നാം അറിയിച്ചു കൊടുത്ത സന്ദർഭം എന്താണ്? അറിയിച്ചു കൊടുത്തത്, നിശ്ചയിച്ചു കൊടുത്ത സന്ദർഭം എന്താണ് നിശ്ചയിച്ചത്? മക്കാനൽ ബൈത്ത്. നേരത്തെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ മസ്ജിദുൽ ഹറമിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അല്ലാഹു ആ മസ്ജിദുൽ ഹറമിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ഇബ്രാഹിം നബിക്ക് നാം മസ്ജിദുൽ ഹറമിന്റെ, അതായത് കഅബയുടെ അൽ ബൈത്തിന്റെ സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തപ്പോൾ നമുക്കറിയാം കഅബയുടെ ചരിത്രം നമുക്ക് സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും ഒരു വിധമൊക്കെ അറിയുന്ന ചരിത്രമാണ് കഅബയുടേത്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അതിനെ പടുത്തുയർത്തി എന്നുള്ള ചരിത്രം നമുക്ക് പിന്നെ ചരിത്രമായിട്ടും പാട്ടുകളായിട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആളുകളാണ്. കഅബ ആദ്യമായി നിർമ്മിച്ചത് ഇബ്രാഹിം നബി ആണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. 3 തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഒന്ന്, മലക്കൂർ ആണ് നിർമ്മിച്ചത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. 2, ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ് കഅബ നിർമ്മിച്ചത് എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ പുനർനിർമ്മാണമായിരുന്നു, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് പുനർനിർമ്മിക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും മകനും വെള്ളപ്പൊക്കത്തിൽ നബിയുടെ കാലഘട്ടത്തിലുള്ള വെള്ളപ്പൊക്കത്തിലും മറ്റും നശിച്ചു പോയതിൻ്റെ ആ സ്ഥാനത്ത് പുനർനിർമ്മിക്കുകയായിരുന്നു ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചെയ്തത് എന്ന 3 അഭിപ്രായങ്ങൾ. അത് സലഫി പണ്ഡിതന്മാർക്ക് തന്നെ, സലഫുകളായ ആൾക്കാരിൽ തന്നെ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. ഇതിനൊക്കെ കൂടി പിന്നെ ചേർത്ത് വായിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇബ്രാഹിം നബിയുടെ ചരിത്രം കൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇബ്രാഹിം നബി അവിടെ ആ കഅബയുടെ സ്ഥാനത്ത് അത് പുനർനിർമ്മാണം നടത്തുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ മുഫസ്സിറുകൾ തന്നെ അഭിപ്രായപ്പെടുന്ന മുഫസ്സിറുകൾ തന്നെ 1-2 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, പിന്നെ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭാര്യയും മകനെയും മരുപ്പറമ്പിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. റബ്ബേ, ഞാൻ എൻ്റെ സന്താനങ്ങളെ താമസിപ്പിച്ചു. ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ, കൃഷികളൊന്നും ഇല്ലാത്ത തരിശു ഭൂമിയിലാണ് ഞാൻ അവരെ വസിപ്പിച്ചത്. എന്നിട്ട് ഇബ്രാഹിം പറഞ്ഞതാ ഇൻദ ബൈതികൽ മുഹറം, എന്റെ പരിശുദ്ധ ഗേഹത്തിനടുത്ത് ആണ് എന്ന് ഇബ്രാഹിം നബി പറയുന്നുണ്ട്.
അപ്പോൾ ഇസ്മായിൽ നബി കൂടെ കഅബ നിർമ്മിക്കാനുള്ള പ്രായത്തിലല്ല ഇസ്മായിൽ നബി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് മുഫസ്സിറുകൾ അതിനെ തെളിവ് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബൈത്തുൽ മുഹറം എന്നുള്ളത് മുമ്പേ ഉള്ള ഒരു സ്ഥലമാണ്, അത് ഇബ്രാഹിം നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കഅബയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്ത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം എന്ന് പറയുന്നത് മക്കയിലുള്ള പരിശുദ്ധ ഗേഹമാണ്. മുബാറകൻ മുഹ്ദൻ ലിൽ ആലമീൻ, ലോകർക്കാകെയും അനുഗ്രഹവും സന്മാർഗവുമായിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനമാകുന്നു അത്. കഅബയെ സംബന്ധിച്ചാണ് അത് ആദ്യമായിട്ട് ലോകത്ത് നിർമ്മിക്കപ്പെട്ട വിശുദ്ധ ഗേഹമാണ് എന്ന് അല്ലാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ വെച്ച് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇബ്രാഹിം നബി കഅബയെ അവിടെ അള്ളാഹു നിശ്ചയിച്ച് അറിയിച്ചു കൊടുത്ത സ്ഥാനത്ത് പുനർനിർമ്മിക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിന്റെ ചരിത്രം ഇങ്ങനെ വിശാലമാണ്. കഅബയുടെ അതിന്റെ പുനർനിർമ്മാണ ഘട്ടമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമ്മൾ പ്രധാനമായിട്ട് വായിക്കുന്ന ഒരു ചരിത്ര ഭാഗമാണ് കഅബയുടെ പുനർനിർമ്മാണം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് 35-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കിത് കാണാം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ കഅബയെ പുനർനിർമ്മിക്കണമായിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഇതിനെ ഇങ്ങനെയൊക്കെ നിർമ്മിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് റസൂൽ പറയുന്നുണ്ട്. പക്ഷെ ആ ആഗ്രഹമായിട്ട് നിർത്തുകയും അതങ്ങനെ നടത്താതിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അതങ്ങനെ തന്നെ ഉപേക്ഷിക്കുകയാണ് ഇത്. പിന്നീട് എപ്പോഴാണ് അത് പുനർനിർമ്മിക്കപ്പെടുന്നത്? സഹാബാക്കളുടെ കാലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ യസീദ് കാലഘട്ടം, അവിടെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മ ഹിജ്റ 46 മറ്റും മക്കയിൽ അമീറായിട്ട് അദ്ദേഹമായിരുന്നു മക്കയിൽ അമീർ. ആ കാലഘട്ടത്തിൽ അദ്ദേഹം കഅബയെ പുനർനിർമ്മാണം നടത്തുന്നുണ്ട്. പിന്നീട് വീണ്ടും ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൈകളിലേക്ക് വരുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഞാൻ ആരോ പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലഘട്ടമാകുമ്പോൾ വീണ്ടും ഹജ്ജാജ് ഇബ്നു യൂസുഫ് വീണ്ടും പഴയ പോലെ ആക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറെക്കുറെ ഇന്നും നിലനിൽക്കുന്ന കഅബയുടെ രൂപം എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സത്യവിശ്വാസികൾ അങ്ങേയറ്റം ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന ആ മസ്ജിദുൽ ഹറമിനെ ഇബ്രാഹിം നബിക്ക് നാം അതിൻ്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്തതിനെ കുറിച്ച് ആണ് ഈ പരാമർശം. ഇബ്രാഹിമ മകാനൽ ബൈത്ത്, ബൈത്തിന്റെ സ്ഥലം. മക്കാനൽ ബൈത്ത് എന്ന് വെച്ചാൽ ബൈത്തിന്റെ കഅബയുടെ സ്ഥാനം നാം നിർണയിച്ചു കൊടുത്തു. അല്ലാ തുശ്രിക് ബി ശൈഅ, എന്താണ് അള്ളാഹു കൽപ്പിക്കുന്നത്? അല്ലാ തുശ്രിക്, നീ എന്ത് ചെയ്യരുത്? ശിർക്ക് വെക്കരുത്. കണ്ടോ, എന്ത് പറയുമ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് ആകെ പറയാനുള്ളത് ശിർക്ക്, എന്ത് തൊട്ടാലും ശിർക്ക്, പറഞ്ഞാലും ശിർക്ക്, തിന്നാലും ശിർക്ക് അല്ലേ? മഹാനായ പ്രവാചക പിതാവ് ഇബ്രാഹിം നബിയോട് കഅബ നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ട് അള്ളാഹു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ആജ്ഞയായിട്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ്, അല്ലാ തുശ്രിക് ബി ശൈഅ, എന്നിൽ ഒന്നും തന്നെ ശിർക്ക് വെക്കരുത്, പങ്കു ചേർക്കരുത് എന്നാണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ പാഠം. ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലോ, ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യുന്നത് കൊണ്ട് നീ ശിർക്ക് ചെയ്യരുത് എന്ന് പറയല്ല അല്ല ചെയ്യുന്നത്, മറിച്ച് പ്രവാചകന്മാർ അഖിലവും ഈ ലോകത്തോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അല്ലാ തുശ്രിക് ബി ശൈഅ, എന്നിലൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിശുദ്ധ ഭവനം നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം പറയുന്ന ഏറ്റവും ആദ്യത്തെ ആജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.
കാരണം വലിയ പള്ളി ഉണ്ടാക്കി, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി, ഒരുപാട് ആളുകൾ അതിൽ ഒരുമിച്ച് കൂടി, എന്നിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാൽ ലൈറ്റ് എല്ലാം കെടുത്തി നല്ല ഭയഭക്തി ബഹുമാനത്തോടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാൽ പിന്നെ അതിനെന്ത് പ്രസക്തിയുള്ളത്? അപ്പൊ പള്ളി ഉണ്ടാക്കുന്നതിന്റെ, അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അവന് മാത്രം വിവാദത്തിനെ തിരിച്ചുവിടുക എന്നുള്ളതാണ്. മറ്റെല്ലാത്തിൽ നിന്നും മുക്തമായിട്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു പറയുന്നത്, അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നിൽ ഒന്നും തന്നെ പങ്കു ചേർക്കരുത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, എന്താ പറയുന്നത്? ബൈതിയ للطائفين പിന്നാരാ والقائمين ألف لام ميم والركع السجود لا ഹിജ്ർ ഇസ്മായിൽ അല്ലേ? ഹിജ്ർ ഇസ്മായിൽ ഹിജ്ർ ഇസ്മായിൽ അത് അതിന്റെ ചരിത്രം കൂടി ഈ കഅബ നിർമ്മാണ ചരിത്രത്തിന്റെ ഒന്നിച്ചെന്ന് പറയുന്നുണ്ട്. ആ കല്ല് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ കല്ലിനെ പിന്നെ അതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തി പിന്നെ ഒരു കാലഘട്ടത്തിൽ പിന്നെ കുറച്ച് ഇപ്പുറം വെക്കുന്നുണ്ട്. അങ്ങനെ ആ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നീങ്ങി പോകുന്ന ചരിത്രം കൂടി കഅബ നിർമ്മാണത്തിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അത് കഅബയുടെ ഭാഗം തന്നെയാണെന്നാണ് പിന്നെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതെ അതെ, പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നൊക്കെ ചരിത്രം പറയുന്നു. പല രൂപത്തിലുണ്ട്. അത് അങ്ങനെ പ്രത്യേക കാരണമുണ്ടോ എന്നുള്ളത് അറിയില്ല, നോക്കിയിട്ട്. ഇബ്രാഹിം. ശരി, ഇനി അള്ളാഹു പറയുന്നത് കഅബ നിർമ്മിക്കാനുള്ള സ്ഥലം നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എന്നിൽ ശിർക്ക് വെക്കരുത്. എന്നിട്ട് അള്ളാഹു പറയുന്ന കൽപ്പന എന്താണ്? എന്ത് ചെയ്യുക? ശുദ്ധിയാക്കുക. എല്ലാവർക്കും അറിയാം, ത്വഹൂറാക്കുക. ത്വഹീർ, നീ ശുദ്ധിയാക്കുക. എന്തിനാണ് ശുദ്ധിയാക്കേണ്ടത്? എന്താ വായിച്ച? ബൈത്തിയ അല്ലെ? ബൈത്തിയ, എന്റെ ഭവനം. അവിടെ തന്നെ ഉണ്ട്, ആ വാക്കിൽ തന്നെ ഉണ്ട് വിശുദ്ധ കഅബയുടെ മസ്ജിദുൽ ഹറമിന്റെ പവിത്രത എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പോകുമ്പോൾ, കഅബ കാണുമ്പോഴും, അതിനെ തൊട്ട് നോക്കുമ്പോഴും, അതിനെ കണ്ടനുഭവിക്കുമ്പോഴും, ആ പരിസരത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത വേണം. അള്ളാഹു പറഞ്ഞു, എന്റെ ഭവനത്തെ നീ ശുദ്ധമാക്കുക. പള്ളികളെല്ലാം അള്ളാഹുവിന്റെ ഭവനമാണ്. പക്ഷേ അള്ളാഹു തന്നെ സ്വന്തം നിലക്ക് ഏറ്റെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു മസ്ജിദ് എന്ന് പറയുന്നത് ഈ മസ്ജിദുൽ ഹറാമാണ്. ആ ഭവനത്തെ ശുദ്ധിയാക്കുക. എന്റെ ഭവനത്തെ ശുദ്ധമാക്കുക. അത് മുഫസ്സിറുകൾ പറഞ്ഞു രണ്ട് രീതിയിലും എടുക്കാം. എങ്ങനെയൊക്കെ ശുദ്ധമാക്കണം? എല്ലാ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും, ശിർക്കിന്റെ അടയാളങ്ങളിൽ നിന്നും ഒക്കെ അതിനെ ശുദ്ധമാക്കണം എന്ന് അതിനർത്ഥമുണ്ട്. മറ്റൊന്ന്, ഏറ്റവും വൃത്തിയും വെടിപ്പും ഉള്ളതായിരിക്കണം എന്നും അതിന് അർത്ഥമുണ്ട്. അത് മുഫസ്സിറുകൾ നല്ലോണം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ശിർക്കിന്റെ ഒരു അടയാളങ്ങളും പാടില്ല എന്ന് മാത്രമല്ല, ഒരു മ്ലേച്ഛതയോ ഒരു മാലിന്യമോ ഒരു നജസോ ഒന്നും പോലും മസ്ജിദുൽ ഹറമിലോ അതിന്റെ പരിസരത്തോ കഅബയുടെ പരിസരത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു സത്യവിശ്വാസി ഏറ്റവും നിഷ്കർഷയോടുകൂടി പിന്നെ പുലർത്തേണ്ട ഒരു മര്യാദയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നു.
ആർക്ക് വേണ്ടിയാണ് ഇത് ശുദ്ധിയാക്കേണ്ടത്? ചെയ്യുന്നവൻ, ചെയ്യുന്നവർ. ഇത് പിന്നെ വ്യാകരണമായ കാരണത്താൽ ത്വാഇഫീനായി. തവാഫ് ചെയ്യുന്നവർക്ക്. മറ്റൊന്നാരാണ്? അത് ഓതുമ്പോ وطهر بيتي للطائفين والقائمين والركع السجود. ഖായിമീൻ ആരാ? ഖാമ യഖൂമു നിന്നു അല്ലെ, നിൽക്കുന്നു. അത് വിശുദ്ധ ഭവനത്തിലേക്ക് പിന്നെ എഴുത്തിക്കാഫിന് വേണ്ടി വരുന്നവർ, അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ, അവർക്ക് വേണ്ടി എഴുത്തിക്കാഫ് ഇരിക്കാനും പള്ളിയിൽ കഴിച്ചു കൂട്ടാനൊക്കെ വരുന്ന ആളുകൾക്ക് വേണ്ടിയും ആ ഭവനത്തെ ശുദ്ധിയാക്കി സൂക്ഷിക്കുക. മൂന്നാരാണ്? നിർവഹിക്കുന്നവർ, നിസ്കരിക്കുന്നവർ. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്കും തവാഫ് ചെയ്യാൻ വരുന്നവർക്കും, തവാഫ് ചെയ്യുന്നവർക്ക്, പള്ളിയിൽ എത്തിക്കാഫും മറ്റും ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക്, അതോടൊപ്പം പള്ളിയിൽ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി വരുന്നവർക്കൊക്കെയും വേണ്ടി ഈ ഭവനത്തെ വൃത്തിയാക്കി സൂക്ഷിക്കുക, ശുദ്ധിയാക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. ആയത്തിന്റെ അർത്ഥം ക്ലിയർ ആണല്ലോ അല്ലെ? ബൈത്തിയ, എൻ്റെ വീട്. ആ അള്ളാഹുവിൻ്റെ, അള്ളാഹു അത് നൽകിയിട്ടുള്ള ആ പവിത്രത കൊണ്ട്, മഹനീയത കൊണ്ടൊക്കെ തന്നെയാണ് മുഫസ്സിറുകൾ അങ്ങനെയും പറയുന്നുണ്ട്. ഓരോ സത്യവിശ്വാസിക്കും ആ ഭവനത്തിലേക്കൊന്ന് ചെല്ലണമെന്ന് ഒരു ഉള്ളിലുള്ളൊരു എപ്പോഴുള്ളൊരു തോന്നലുണ്ട്. ഒന്ന് അവിടെ എത്തണമായിരുന്നു, ഒന്ന് അവിടെ ചെല്ലണമായിരുന്നു. അത് പോയവർക്കുണ്ടാവും, പോവാത്തവനുണ്ടാവും, ഒരുപാട് പ്രാവശ്യം പോയവർക്കുണ്ടാവും ഉള്ളിലാ തേട്ടം. കഅബയുടെ അടുക്കൽ ഒന്ന് ചെല്ലണമെന്ന്. അത് മനുഷ്യ മനസ്സിൽ ഉണ്ടാവുന്നത് അള്ളാഹു ആ ഭവനത്തിന് നൽകിയിട്ടുള്ള പവിത്രതയാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് മനുഷ്യന് എല്ലാ പിന്നെ എന്താ ഭൂമിയിലെ ഇടപാട്, നമ്മുടെ ഭൗതികമായ ഇടപാടുകൾ, കഷ്ടപ്പാടുകൾ, കുടുംബം, കച്ചവടം ഒക്കെ ഒരു വഴിക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ഉപേക്ഷിച്ച് ത്യാഗസന്നദ്ധനായിട്ട് കഅബയിലേക്ക് ആളുകൾ പുറപ്പെടുക. അപ്പോൾ പിന്നെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയോടെ കൂടി പശ്ചാത്തലം നമ്മൾ അവിടെ മനസ്സിലാക്കണം. ഒന്ന്, ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തെന്ന്? ഭാര്യ മക്കളെ അവിടെ പാർപ്പിച്ചതിന് ശേഷം ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഇതും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ മനസ്സുകളൊക്കെയും അവരിലേക്ക് ചാഞ്ഞ് അടുക്കുന്ന രീതി, അവരിലേക്ക് ചായുന്ന രീതിയിൽ റബ്ബേ മനുഷ്യരുടെ മനസ്സിനെ നീ ആക്കണമെന്ന് ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലാണ് 37-ാമത്തെ. അവർക്ക് നീ കായികനികൾ പിന്നെ ഉപജീവനമായിട്ട് നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ തഹ്വീ ഇലൈഹിം എന്ന പദത്തിൽ തന്നെയുണ്ട് ഹവ, യഹ്വി. എന്താ നമ്മൾ സാധാരണ ഹവക്ക് എന്താ പറയാ? ഇച്ഛ, ഇച്ഛ എന്നാ പറയാം. അതായത് മനസ്സിന്റെ ഒരു തേട്ടം, നമ്മൾ അറിയാണ്ട് വരുന്നൊരു തേട്ടത്തിനില്ല പറയാ ഹവ. നമ്മൾ പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില തോന്നലുകളുണ്ട് മനസ്സിന്, അതാണ് ഹവ എന്ന് പറയാം നമ്മൾ. അപ്പോ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അവരിലേക്ക്, അത് സ്വന്തം എന്താ പറയാ, സ്വന്തം അധ്വാനം കൊണ്ടല്ലാതെ തന്നെ മനസ്സിന്റെ ഒരു തേട്ടം ആ കഅബയിലേക്കും അവരിലേക്കും നീ ഉണ്ടാക്കണേ എന്നുള്ള ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയോട് കൂടി ഉത്തരമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും എന്നൊക്കെ പണ്ഡിതന്മാര് അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആയത്ത് ഒന്നുകൂടി വായിക്കുക, കിട്ടുന്നുണ്ടോ നോക്കാം. ഇബ്രാഹിം നബിക്ക് നാം നിശ്ചയിച്ചു കൊടുത്ത സന്ദർഭം, മക്കാനൽ ബൈത്തി, വീടിന്റെ കഅബയുടെ സ്ഥാനം നിർണയിച്ചു കൊടുത്തു. എന്നിട്ട് ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു, അല്ലാ തുശ്രിക് ബി ശൈഅ, എന്നിലൊന്നും തന്നെ
പങ്കുചേർക്കരുത്. വതഹ്ഹിർ ബൈതിയ, എന്റെ ഭവനത്തെ ശുദ്ധമാക്കുക. ലിത്തായിഫീന, ത്വാഫ് ചെയ്യുന്നവർക്ക്, വൽ ഖായിമീന, അവിടെ അതായത് ഇത്തിക്കാഫ് മറ്റും ഉദ്ദേശിച്ച് പള്ളിയിൽ വരുന്നവർ, വറുക്അഇ സുജൂദ്, റുക്ഉം സുജൂദ് അതായത് നിസ്കരിക്കാൻ വരുന്നവർക്ക് വേണ്ടി. ആയത്ത് ക്ലിയർ ആണ്. അടുത്ത ആയത്ത് എഴുതട്ടെ. وأذن وأذن في الناس بالحج يأتوك رجالا يأتوك وعلى كل ضامر وعلى كل ضامر എന്താണ് യഅതി? യഅതീന ല عميق. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. وأذن വിളിക്കുക, ക്ഷണിക്കുക എന്നൊക്കെ അർത്ഥം പറയാം. അതായത് കേൾപ്പിക്കുക എന്നാണ് അതിന്റെ. ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കുക. ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ഉറക്ക ശബ്ദത്തോടുകൂടി പറയുക എന്നാണ് എന്ന് പിന്നെ തഫ്സീറുകളിൽ കാണാം. എന്ന് വെച്ചാൽ നല്ല ഉച്ചത്തിൽ വിളിച്ചു പറയാന്നുള്ള ഒരു അർത്ഥം നമ്മൾ മനസ്സിൽ വെക്കുക. അറിയിക്കുക, വിളംബരം ചെയ്യാനൊക്കെ നമ്മള് മലയാളത്തിൽ അതാണ് അറിയിക്കുക. അതാണ് എന്താ ചെവി, ചെവിയല്ല, കേൾക്കുന്ന അവയവമാണ് ഉദുൻ. അപ്പൊ കേൾക്കുക, അങ്ങനെ വന്ന പിന്നെ അർത്ഥ കൽപ്പനയാണ് അത്. അദ്ദീൻ എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുക, അറിയിക്കുക എന്നൊക്കെ. ഫിന്നാസി, ജനങ്ങളിൽ അറിയിക്കുക എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുക എന്നാണ് അല്ലാഹു പറയുന്നത്. ഇബ്രാഹിം നബിയോട് ജനങ്ങളോട് വിളിച്ചറിയിക്കുക എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞാല് കേൾക്കൂ എന്ന് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹു പറയാണ് വിളിച്ചാൽ മതി, കേൾപ്പിക്കുന്നത് ഞാൻ ഏറ്റെടുത്തോളാം, കേൾപ്പിക്കുന്നത് ഞാൻ, വിളിച്ചാൽ മതി. അതാണ് നമ്മൾ സാധാരണ ഹജ്ജിന് പോവാൻ താല്പര്യമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ തുയാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോവാന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. ഇബ്രാഹിം നബി അന്ന് വിളംബരം ചെയ്തതിന്റെ ഉത്തരങ്ങളാണ്. അള്ളാഹു ഇബ്രാഹിം നബിയോട് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അത് അള്ളാഹുവിന്റെ ക്ഷണമാണ്. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ക്ഷണം നമ്മെ കേൾപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഉത്തരം പറയുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ നിന്റെ വിളിക്കതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അത് അന്ന് ആ വിളംബരം ചെയ്തതിന്റെ ഉത്തരമാണ് ഇന്നും കോടിക്കണക്കിന് മനുഷ്യരെ അതിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നീ വിളിച്ചാൽ
എന്താ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, ഹജ്ജിന് വേണ്ടി വിളിക്കുക. കഅബ ഉണ്ടാക്കി നിർമ്മാണം പൂർത്തിയായി, ഇനി ഹജ്ജിന് വേണ്ടി ജനങ്ങൾ അതിലേക്ക് വിളിക്കുക. ഇനി അതിന്റെ വിളിച്ചാൽ എന്താ സംഭവിക്കുക? അതിന്റെ ഉത്തരാണ് അടുത്തത്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, ഹജ്ജിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? യഅ്തൂക, അവർ നിന്റെ അടുക്കലേക്ക് വരും. അവർ നിന്റെ അടുക്കലേക്ക് വരും. നിന്റെ അടുക്കലേക്ക് വരും എന്ന് പറഞ്ഞാല് ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കഅബയിലേക്ക് അവർ വരും, പരിശുദ്ധ ഹറമിലേക്ക് അവർ വരും. തഫ്സീറിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ മൗസുമുൽ ഹജ്ജിലും പിന്നെ ആളുകൾക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്ത് വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് നിന്റെ അടുത്തേക്ക് വരും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട് എന്നൊക്കെ തഫ്സീറുകൾ കാണാൻ സാധിക്കും. യഅ്തൂക, നിന്റെ അടുത്തേക്ക് വരും. റിജാലൻ, എങ്ങനെ വരിക? റിജാൽ, റിജാലിന് ഇവിടെ അർത്ഥം നടക്കുക. റിജിലിൽ നിന്നാണ് അത്. റിജിൽ എന്താ? കാല്. റജുല് വേറെ ഉണ്ട്, എന്താ? പുരുഷൻ, റജുൽ. അപ്പോ ഇവിടെ റിജിലാണ്. റാജിലിന്റെ ജമ്മാണ് ഇവിടെ റിജാൽ. റാജിൽ, കാൽനട യാത്രക്കാരൻ, അതിന്റെ ജമ്മാണ് എന്ത്? റിജാലൻ. റജുല് പുരുഷൻ, അർജുലല്ലേ? അർജുന. റിജാലൻ കാൽനടക്കാരായിട്ട് വരും, ഹജ്ജിന് വേണ്ടി നടന്നിട്ട് വരും. പിന്നെ എങ്ങനെ വരും? വഅലാ കുല്ലി ളാമിരിൻ, ളാമിറിന്റെ മുകളിൽ കയറിയിട്ടും വരും. ളാമിർ എന്ന് പറഞ്ഞാല് ശരിക്ക് ളാമിർ പറഞ്ഞാൽ മെലിഞ്ഞ ഒട്ടകത്തിനാണ് പറയാം. ളാമിർ മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് കയറിയും അവർ വരും. മെലിഞ്ഞ അവര് പിന്നെ യാത്രക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നന്നെ ക്ഷീണിച്ച, അതായത് വിദൂര യാത്ര ചെയ്ത് ക്ഷീണിച്ച മൃഗത്തിനെ കുറിച്ചാണ് ളാമിർ എന്ന് പറയാം. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മള് പിന്നെ വാഹനത്തിൽ വരുന്നുള്ള അർത്ഥത്തിൽ കാണേണ്ടി വരും. വഅലാ കുല്ലി ളാമിർ. അപ്പൊ ളാമിർ ആവാന്ന് വെച്ചാല് ഒന്ന് ഒരുപാട് വിദൂരതയിൽ നിന്ന് വരിക എന്നുള്ളൊരു അർത്ഥം അതിനുണ്ട്. അപ്പോഴാണ് ആ മൃഗം ക്ഷീണിച്ച് അവശനാവുക. മറ്റൊന്ന് ളാമിറായിട്ടുള്ള ക്ഷീണിച്ച ഈ ളാമിറാവാന്ന് വെച്ചാൽ ഈ വയറൊന്നും ഇല്ലാതെ നല്ല ഫിറ്റായ, പിന്നെ മെലിഞ്ഞതിന് അത് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ കാറിനെ കുറിച്ച് പറയുമ്പോൾ പറയും വെയിറ്റ് ഇല്ലാത്ത കാറാണ്. അപ്പൊ അതിനൊരു മെച്ചമുണ്ട്, എന്താ? മൈലേജ് കൂടുതൽ കിട്ടും, വെയിറ്റ് ഇല്ലാത്ത കാറാണ് എന്നതുപോലെ യാത്രക്ക് നല്ല വേഗതയിലും മറ്റും സഞ്ചരിക്കാൻ എളുപ്പം ളാമിറായിട്ടുള്ള മൃഗങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം അതിനുണ്ട് മെലിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഏറിയും അവർ വരും. ചർച്ചകളിൽ കാണാം, ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം, എന്തിനാണ് അള്ളാഹു റിജാലിനെ മുമ്പിച്ചത്? കാൽനടക്കാരായിട്ടും വരും, വാഹനപ്പുറത്ത് കയറിയും വരും. അപ്പൊ റിജാലൻ എന്നുള്ളതിനെ, കാൽനടയായിട്ട് വരുന്നതിനെ അള്ളാഹു മുമ്പിച്ചത് അതിന് അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അത് അത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. ഹജ്ജിന് നടന്നു പോവാന്ന് പറഞ്ഞാൽ നമ്മൾ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ഹജ്ജിന് നടന്നു പോകാമെന്ന് പറഞ്ഞു. പക്ഷെ നിയത്ത് എന്ന് പറയുന്നത് പിന്നെ അള്ളാഹിന്റെ പ്രതിഫലമായിരിക്കണം, മറ്റൊന്നും പിന്നെ കാക്ഷിക്കാതെയുള്ള പോക്കായിരിക്കണം എന്ന് മാത്രം. നമ്മൾ ഇരുന്ന് നടന്നോണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആൾക്കാർ നടന്നു. പക്ഷെ നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുക, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തം നിലക്ക് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് നടന്നു പോകാന്നുള്ളതൊന്നും അത്ര പ്രാക്ടിക്കൽ ആയതല്ല. ഞാൻ പറയുന്നത് സാധിക്കുന്ന ആളുകൾ നടന്നു വരികയാണെങ്കിൽ അള്ളാഹു അത് നിരുത്സാഹപ്പെടുത്തിയ കാര്യം നല്ലതാണ്. അറിയില്ല, അങ്ങനെയുള്ള ചർച്ചകൾ ഇതിൽ കാണാൻ സാധിക്കും. അതിന് പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്, അതിന് കൂടുതൽ പ്രതിഫലം ഉള്ളതുകൊണ്ടായിരിക്കാം ഒക്കെ ചർച്ചകൾ എന്ന് വെച്ച് പിന്നെ നടന്നു പോകാനൊന്നും വിചാരിക്കേണ്ടതില്ല. റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ, നടന്നും എല്ലാ വാഹനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാൽ അതിന്റെ ആധിക്യത്തെയാണ് കുറിക്കുന്നത്. ഒരുപാട് ആളുകൾ വാഹനപ്പുറത്തേറി ഇവിടേക്ക് വരും എന്നുള്ള അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തെയാണ്, അള്ളാഹുവിന്റെ പിന്നെ അറിയിപ്പിനെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. കുല്ലി ളാമിർ, എല്ലാ
ളാമിർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ അവരെങ്ങനെ വരിക? അവരുടെ വരവിനെ കുറിച്ച് പിന്നെ അള്ളാഹു പറയാണ്, യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അവർ വരും. ഇങ്ങനെ വരും. യഅ്തീന, അവർ വരും. ഇങ്ങനെ മിൻ കുല്ലി ഫജ്ജിൻ. ഫജ്ജ് എന്താ? ഇത് ഞാനിത് ഈ ഫജ്ജ് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. കഴിഞ്ഞ സൂറത്തുൽ അംബിയ പഠിക്കുമ്പോഴാണ് നമ്മൾ വിശദീകരിച്ചെന്ന് തോന്നുന്നത്. ഫജ്ജ് അത് ഒരു മൗണ്ടൈൻ്റെ ചിത്രമെല്ലാം വരച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കത് ഓർമ്മയുണ്ട്. ഫിജാജ് എന്നുള്ള വാക്ക് പറയുമ്പോൾ ഫജ്ജ് എന്ന് പറഞ്ഞാല് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വഴിക്കാണ് സാധാരണ ഫജ്ജ് പറയാം. ഫജ്ജ് രണ്ട് മലകൾക്കിടയിലൂടെയുള്ള വഴിക്കാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് അമീഖ് ശരിക്ക് പിന്നെ അഗാധതയെ കുറിക്കുന്ന പദമാണ്. അമീഖ് ആഴത്തിലുള്ള എന്നുള്ള അർത്ഥമാണ് അമീഖിനുള്ളത്. അപ്പൊ അത്രയും വിദൂരതയിൽ നിന്നും വിദൂരമായ വഴികൾ താണ്ടിയും വാഹനപ്പുറത്തേറിയും നടന്നോ അവര് ഹജ്ജിന് വേണ്ടി വരും. താങ്കൾ ഹജ്ജ് വിളംബരം ചെയ്യുക എന്ന് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പിന്നെ ഈ ആയത്തിലൂടെ പറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വഅദ്ദിൻ ഫിന്നാസി, ജനങ്ങൾക്ക് എന്ത് ചെയ്യുക? അറിയിക്കുക, വിളംബരം ചെയ്യുക. ബിൽ ഹജ്ജി, ഹജ്ജിനെ കുറിച്ച്, ഹജ്ജ് കൊണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? യഅ്തൂക, നിന്നിലേക്ക് വരും. എന്ന് വെച്ചാൽ ഈ ഇതിനുത്തരമായിട്ട് അവർ പിന്നെ ആഗതരാകും. എങ്ങനെയൊക്കെ? റിജാലൻ, കാൽനടയായിട്ട്. പിന്നെ വഅല കുല്ലി ളാമിർ, മെലിഞ്ഞ ഒട്ടകങ്ങൾക്ക് പുറത്തേറിയും അവർ വരും. യഅ്തീന, അവർ വരുന്നു. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂരമായ വഴികൾ താണ്ടിയും അവര് വരുന്നു എന്നാണ് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ? മനസ്സിലായില്ല. ഇനി അതിന്റെ ഹജ്ജിന്റെ വേളയെ കുറിച്ചാണ് അടുത്ത ആയത്ത് പറയുന്നത്. ലിയഷ്ഹദു മനാഫിയ, ലിയഷ്ഹദു മനാഫിയ. ويذكروا പറയാണ് ലിയഷ്ഹദു മനാഫിഅ ലഹും, ലിയഷ്ഹദു മനാഫിഅ ലഹും, അവര് എന്ത് ചെയ്യാൻ വേണ്ടി? ലിയഷ്ഹദു, അവര് സാക്ഷികളാകാൻ വേണ്ടി. കിട്ടുമില്ല? മനാഫിഅ ലഹും, ലിയഷ്ഹദു, അവർ എന്തിനു വേണ്ടി? സാക്ഷികളാകുന്നതിന് വേണ്ടി. എന്തിനാ അവർ സാക്ഷികളാകുന്നത്? എന്താണ് അവർ അനുഭവിക്കുന്നത്? മനാഫിഅ, മനാഫിഅ ഉപകാരങ്ങൾ, ധാരാളം ഉപകാരങ്ങൾ. മനാഫിഅ ധാരാളം ഉപകാരങ്ങൾ. ആ ഉപകാരങ്ങളിൽ
ദീനിയായ ഉപകാരമുണ്ട്, ദുന്യവിയായ ഉപകാരമുണ്ട്, പാരത്രികമായ ഉപകാരങ്ങളും അതിൽ പെടും. ഹജ്ജ് വേള എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഉപകാരങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് കിട്ടുന്ന വേളയാണ് ഹജ്ജിന്റെ വേള എന്ന് പറയുന്നത്. ഉപകാരങ്ങൾ ഏതൊക്കെയെന്ന് ഇങ്ങനെ നോക്കിയാൽ പല നിരക്കുള്ള ഉപകാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതെ അതെ, വലിയ ഭൗതികമായിട്ട് നോക്കിയാൽ തന്നെ വലിയ കൊടുക്കൽ വാങ്ങലുകളും ക്രയവിക്രയങ്ങളും ഒക്കെ നടക്കുന്ന ഒരു മൗസ്യമാണ് ഹജ്ജിന്റെ വേള എന്ന് പറയുന്നത്. നമുക്കത് പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് മേഖലകൾ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. എന്നതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ തന്നെ ഒരുപാട് മാറിപ്പോവാണ്. അതുവരെയുള്ള മനുഷ്യനെയല്ല, അയാള് ഇതുവരെ വന്ന ജീവിതത്തിന്റെ മാർഗത്തിൽ നിന്നും ഏറെ മാറി മറ്റൊരു വഴിയിലേക്ക് അയാൾ സഞ്ചരിക്കുകയാണ് ഹജ്ജിന് പോകാന്ന് പറഞ്ഞാൽ. അപ്പോഴാണല്ലോ നമ്മള് ആർക്കൊക്കെ ഞാൻ കടം കൊടുക്കാനുണ്ട് അങ്ങോട്ട് ചോദിച്ച് നടക്കുക, പേപ്പറിൽ പരസ്യം കൊടുക്കുക, ഹജ്ജിന് പോകുന്നുണ്ട്, ആർക്കെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണം, നമുക്ക് നമ്പർ കൊടുക്കുക എന്ന് വെച്ചാൽ അതുവരെ നമുക്ക് അങ്ങനെ ഒരാളെ അന്വേഷിച്ച് നടക്കണമെന്നോ ബാധ്യതകൾ കൂട്ടണമെന്നോ തോന്നാത്തൊരു കാര്യം ഒരു മനുഷ്യന് ആ സമയത്ത് തോന്നാണ്. സ്വഭാവങ്ങളിലുള്ള വൈകൃതങ്ങൾ അവസാനിപ്പിക്കുക, ആൾക്കാരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക, അങ്ങനെ മനാഫിയുടെ കൂട്ടത്തിൽ എണ്ണുമ്പോൾ അങ്ങനെ കുറെ മനാഫികൾ നമുക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആളുകളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ മനുഷ്യന് ഒരുങ്ങുന്ന ഒരുപാട് ഉപകാരങ്ങൾ അവനിലേക്ക് വന്നു ചേരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഹജ്ജിന്റെ ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ മനാഫിയെ കുറിച്ച് പറയുമ്പോൾ ഹജ്ജിന് പോകാന്ന് വെച്ചാൽ തന്നെ അതുണ്ടാക്കുന്ന മനാഫികൾ എന്താണ്? ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ കിട്ടുന്ന മനാഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഹജ്ജ ഹാദൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ്. ഈ തിരുഭവനത്തിൽ വന്ന് ഹജ്ജ് നിർവഹിക്കുകയും മറ്റു തിന്മകളൊന്നും ഫലം യർഫുസ് വലം യഫ്സുഖ് എന്ന് വെച്ചാൽ മ്ലേച്ഛമായ തിന്മകളൊന്നും അയാൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ, ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ മോശമായ വർത്തമാനമോ സ്വഭാവമോ പെരുമാറ്റമോ ഇടപാടുകളോ ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ ഉമ്മ പ്രസവിച്ച ദിവസത്തിൽ അവന്റെ നിഷ്കളങ്കത എങ്ങനെയാണോ അങ്ങനെ ഒരു ശുദ്ധീകരിക്കൽ പ്രക്രിയ കഴിഞ്ഞിട്ടാണ് അയാൾ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മനാഫി എടുത്തു നോക്കുമ്പോഴും അതായിരിക്കും ഏറ്റവും മുമ്പിൽ നിൽക്കുക അല്ലെ. ഒരാൾക്ക് പാവങ്ങളൊക്കെ പുറത്ത് അള്ളാഹുവിന് ഏറ്റവും നിഷ്കളങ്കനായ ഒരു അടിമയായി കിട്ടാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ട് അങ്ങനെ ഒരാളെ ആക്കി തിരിച്ച് അയക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കിട്ടില്ല എന്താ ഉള്ളത്. അപ്പൊ അത് മനാഫികളുടെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഹജ്ജിനല്ല ഉംറക്കാരാണ് പോകുന്നതെങ്കിൽ ഉംറയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറ മറ്റൊരു ഉംറക്കിടയിലുള്ള പാപങ്ങളുടെ കഫാറത്താണ്, അതിനിടയിലുള്ള പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്. എന്നാൽ സ്വീകാര്യമായ ഹജ്ജ് ആവട്ടെ അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല എന്ന്. അതാണ് അതിന്റെ മനാഫികളുടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെ ഈ മനാഫിയ എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് ഒട്ടേറെ ഉപകാരങ്ങൾ എന്നുള്ളതാണ്. അത് പ്രത്യേക ഒരു മനാഫിയെ കുറിച്ചല്ല. ഏതൊക്കെയോ മനാഫിയകൾ ഇങ്ങനെ വന്നു ചേരുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. അങ്ങനെ ആ ഉപകാരങ്ങൾക്ക് അവന് സാക്ഷിയാകുന്നതിന് വേണ്ടി, അത്തരം ഉപകാരങ്ങൾ നന്മകൾ അവൻ അനുഭവിക്കുന്നതിന് വേണ്ടി അവന് സാക്ഷിയാവുന്നു. മനാഫി അലഹും, അവർക്കുള്ള ഉപകാരം. പിന്നെന്തിനാണ് അവര് ഹജ്ജ് വേളയിൽ അവർ എന്താണ് അനുഭവിക്കുന്നത്? വയദ്കുറു ഇസ്മല്ലാഹി. കൂട്ടി വായിക്കുമ്പോൾ വയദ്കുറു ഇസ്മല്ലാഹി, അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നു. കൂട്ടി ഓതുമ്പോൾ എങ്ങനെ കേട്ടോ? വയദ്കുറു ഇസ്മല്ലാഹി. ഒറ്റക്ക് വായിക്കുമ്പോൾ എന്തുണ്ട്? അതിലൊരു വാവുണ്ട്. വയദ്കുറു ഉണ്ടോ? വയദ്കുറു ഇസ്മല്ലാഹി. കൂട്ടി നോക്കുമ്പോൾ എന്തായി?
അള്ളാഹുവിന്റെ നാമം അവര് സ്മരിക്കുകയും ചെയ്യും. എപ്പോ ഫി അയ്യാമിൻ മഅലൂമാത്ത്. ഏതൊക്കെയാ? ഫി അയ്യാമിൻ, ചില ദിവസങ്ങളിൽ. ഏതാണ് ദിവസം? മഅലൂമാത്ത്, അറിയപ്പെട്ടതാണ് ആ ദിവസങ്ങൾ. സത്യവിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമായതാണ് ആ ദിവസങ്ങൾ. സൂറത്ത് ബഖറയിൽ ഇതേപോലെ പറഞ്ഞിട്ട് കാണാം, എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്ന് പറഞ്ഞിട്ട് കാണാം. എണ്ണപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞു, അറിയപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞു. എങ്ങനെ നോക്കിയാലും അത് ഏറെ പരിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് ആ ദിനങ്ങളുടെ പ്രാധാന്യത്തെ അറിയിക്കുന്നതാണ്. മഅലൂമാത്ത്, മഅദൂദാത്ത് എന്നത്. അത് പിന്നെ അഭിപ്രായങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളം നമുക്കറിയാം. ആ ദിനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എന്ന അഭിപ്രായമുണ്ട്. പിന്നെ 11, 12, 13 ആണ് പറഞ്ഞത് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. 8, 9, 10 ആണ് പറഞ്ഞത് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും ആദ്യത്തെ ദുൽഹിജ്ജയിലെ അപരിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് എന്നത് ഇതിൽ നിന്നൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കാണാം, മൽ അമലു ഫീ അയ്യാമിൻ അഫ്ളല മിൻഹാ ഫീ ഹാദിഹി. ഏറ്റവും അഫ്ളലായിട്ടുള്ള കർമ്മം എന്താണ് എന്ന് ചോദിച്ചു. ഈ പരിശുദ്ധ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിവസങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിയതാ. മൽ അമലു ഫീ അയ്യാമിൻ അഫ്ളൽ മിൻഹാ ഫീ ഹാദിഹി. ഈ ദിനങ്ങളിൽ നിർവഹിക്കപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മവുമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഈ 10 ദിവസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ ചോദിക്കപ്പെട്ടു, വലൽ ജിഹാദ്, ജിഹാദ് പോലും അത്രത്തോളം പ്രാധാന്യമുള്ളതല്ലേ എന്ന് ചോദിച്ചു. വലൽ ജിഹാദ്, ജിഹാദ് പോലും ഇത്രത്തോളം പ്രാധാന്യമുള്ളതല്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി. ഒരാള് സ്വന്തം നിലക്ക് സ്വന്തം ശരീരവും ധനവും കൊണ്ട് അയാൾ ഇറങ്ങുന്നു. ഫലം യർജഅ ബിശൈഇൻ, അയാൾ ആ വഴിയിൽ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ മരിച്ചു പോവുകയും ചെയ്യുന്നു. ധനവും സമ്പത്തും അവന്റെ സ്വന്തം ജീവനൊക്കെ അയാൾ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ വെടിയുന്നു എന്ന ഒരു ജിഹാദിന്റെ വഴിയല്ലാത്ത മറ്റൊരു ജിഹാദും ഇത്രത്തോളം പ്രാധാന്യം ഉള്ള കർമ്മമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിവസങ്ങളിൽ മനുഷ്യർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെ കുറിച്ചാണ്. മുസ്ലിം സമുദായത്തിൽ പിന്നെ അവിടെ അവഗണിക്കപ്പെട്ടു പോയ ഒരു ശ്രേഷ്ഠമായ ദിനങ്ങളുടെ കൂട്ടമാണ് ഈ ആദ്യത്തെ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. റമദാനിലെ അവസാനത്തെ 10 സമുദായത്തിന് ഒരുവിധ ആളുകൾക്ക് അറിയാം, അറിഞ്ഞിട്ടും അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 എന്ന് പറയുന്നത് പറഞ്ഞു വന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറെ ദീനിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ സമുദായത്തിനിടയിൽ അത് അത്രമാത്രം പിന്നെ അതിൻ്റെ പരിശുദ്ധിയും പ്രത്യേകതയും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഉണ്ട്. നമ്മളിലേക്ക് പോകും. പക്ഷേ അത്തരം ദിനങ്ങളുടെ പ്രാധാന്യമൊക്കെ കുറച്ചെങ്കിലും ചർച്ച ചെയ്യുന്ന നമ്മൾക്കിടയിൽ പോകും ദുൽഹിജ്ജ 10 ദിവസങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പിന്നെ പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്ന ചില ദിവസങ്ങളാണ്. അവസാനത്തെ റമദാനിലെ 10ഉം ആദ്യത്തെ ദുൽഹിജ്ജയിലെ 10ഉം അതിലേറ്റവും ശ്രേഷ്ഠം ഏതാണ്, അതെങ്ങനെയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ട് കാണും. റമദാനിലെ രാവുകളും ദുൽഹിജ്ജ 10ന്റെ പകലുകളുമാണ് ശ്രേഷ്ഠമായത് എന്നൊക്കെ അതിനെ കൂട്ടിയോജിപ്പിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അതെ, ആ 10 ദിനങ്ങളിൽ തന്നെ മൊത്തത്തിൽ അങ്ങനെ രാവിലെയും പകലിന്റെയും ശ്രേഷ്ഠതയാണ് എന്ന് ഇതിന് തെങ്ങിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അത്തരം അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ മാനിക്കാൻ
അതിൽ കൂടുതൽ കർമ്മനിരതരാവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്കുള്ള മനാഫിഉകളിൽ, ഉപകാരങ്ങളിൽ അവർ സാക്ഷികളാകുന്നതിന് വേണ്ടി, വയദ്കുറു സ്മല്ലാഹി, അവർ അല്ലാഹുവിന്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടി, ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളുടെ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു. ഏതായാലും ദുൽഹിജ്ജ 1 മുതൽ 13 വരെയുള്ള അഭിപ്രായങ്ങൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർ നാമം ഉച്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാണ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അലാ മാ റസഖഹും മിൻ, എന്നർത്ഥം അവർക്ക് റിസ്ഖായി നൽകിയതിൽ നിന്ന്, അവർക്ക് നാം നൽകിയതിൽ നിന്നും, അലാമാ റസഖഹും, അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്നും, മിൻ ബഹീമത്തിൽ അൻആം, ബഹീമത്തിൽ അൻആം സാധാരണ അറിയുന്ന പദമാണ്. എന്താ? കന്നുകാലികൾ, നാൽക്കാലികൾ, കന്നുകാലികൾ, ആട്, പശു, ഒട്ടകം, ബലിമൃഗങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബലിമൃഗങ്ങൾ, ബഹീമത്തിന്റെ പദത്തിന്റെ അർത്ഥം, ബഹീമത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ഈ സംസാരിക്കാതെ സൈലന്റ് ആവുക എന്നുള്ള അർത്ഥമാണ് ബഹീമത്തിന്. സൈലന്റ് ആവുക, തിരിച്ചറിയാണ്ടിരിക്കുക, പറയാൻ പറ്റാണ്ടിരിക്കുക എന്നൊക്കെയുള്ളത്. അതായത് നമ്മൾ മിണ്ടാപ്രാണികൾ എന്ന് പറയുന്നില്ലേ, എന്നതുപോലെയുള്ള ഒരു അർത്ഥമാണ് ബഹീമത്തുൽ അൻആമിനുള്ളത്. നാൽക്കാലികൾ എന്ന് നമ്മൾ മലയാളത്തിൽ അതിന് നേരിട്ടുള്ള അർത്ഥമെങ്കിലും മനസ്സിലാവുന്ന അതിൻ്റെ ആശയം. അൻആം അനുഗ്രഹങ്ങൾ, അൻആം അനുഗ്രഹങ്ങൾ, നിഅമത്തിൽ നിന്ന് വരും, നിഅമ അതിൽ നിന്ന് വരുന്ന ഇത് ബഹീമത്തുൽ അൻആം കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് ഈ മൃഗങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി നാൽക്കാലികൾ എന്ന ഉദ്ദേശത്തിൽ പറയുന്നതാണ്. അപ്പോ പിന്നെ അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള നാൽക്കാലികൾ, അതായത് ബലിമൃഗങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് അള്ളാഹ് തക്ബീർ ചൊല്ലി പിന്നെ കൂടുതൽ വർദ്ധിപ്പിച്ച് ബലിമൃഗങ്ങളെ അറക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഫകുലൂ മിൻഹാ, ബഹീമത്തുൽ അൻആം എന്ന എത്രമാത്രം വലിയ നിഅമത്താണെന്ന് നമുക്ക് ആലോചിച്ചാൽ മതി. അള്ളാഹു നൽകിയിട്ടുള്ള എത്ര വലിയ നിഅമത്താണ് ബഹീമത്തുൽ അൻആം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മുസ്ലിം സമുദായത്തിലുള്ള ഈ ബലികർമ്മവും അതിൻ്റെ മാംസ വിതരണവും ഒക്കെ വ്യവസ്ഥാപിതമായിട്ട് നടക്കുമ്പോൾ സമൂഹത്തിൽ നടക്കുന്ന വലിയ നന്മകളെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, സൂറത്ത് യാസീനിൽ നമ്മൾ പിന്നെ വായിക്കുന്ന കാര്യമാണ് പിന്നെ അലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവർ കാണുന്നില്ലേ, നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതിൽ നിന്നും അവര് ഖലഖനാ ലഹും, അവർക്ക് വേണ്ടി നാം ഉണ്ടാക്കി, മിമ്മാ അമിലത് ഐദീനാ, നമ്മുടെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചതിൽ, അൻആമൻ, നാൽക്കാലികളെ ഉണ്ടാക്കി, ഫഹും ലഹാ മാലികൂൻ, എന്നിട്ട് അവരതിനെ ഉടമപ്പെടുത്തുകയും ചെയ്യും. മനുഷ്യന്മാർ അതിനെ ഉടമപ്പെടുത്തുന്നു. നമ്മൾ നാൽക്കാലികളെ ഉണ്ടാക്കി കൊടുത്തു, മനുഷ്യന്മാർ അതിൻ്റെ ഉടമകളാകുന്നു. അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്തും അനുഗ്രഹവും കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള നാൽക്കാലികളെ, പശു, ആടൊക്കെ പോറ്റാൻ പറ്റുന്നത്. നമുക്ക് എനിക്ക് കഴിവുള്ളതുകൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ നാൽക്കാലികളെയും അങ്ങനെ ഉടമപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മതി. ദുനിയാവിലുള്ള എല്ലാ നാൽക്കാലിനെയും നമുക്ക് വരുതിയിലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ വരുതിയിൽ വരുന്നുണ്ടോ? ഇല്ല. മനുഷ്യന് അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്ത അവന് ഇപ്പൊ അടുത്ത ആയത്തിൽ തന്നെ കാണാം, വദല്ലൽനാ ലഹും, അവർക്ക് നാം അതിനെ കീഴൊതുക്കി കൊടുത്തിരിക്കുന്നു, ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ, അവർക്ക് അതിലെന്തുണ്ട്? യാത്രാവാഹനങ്ങളുണ്ട്, വമിൻഹാ യഅകുലൂൻ, അവരതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയത് കൊണ്ടാണ് നമുക്ക് അതിനെ വാഹനമാക്കാനും അതിനെ ഭക്ഷിക്കാനും ഒക്കെ സാധിക്കുന്നത്.
അപ്പോ അങ്ങനെ നാം നൽകിയിട്ടുള്ള അൻആമു ബഹീമത്തുൽ അൻആമുകളെ നിങ്ങൾ ബലിയെറുക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുക? ഫകുലൂ മിൻഹ. ആയത്ത് അവസാനിക്കുകയാണ് ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്നും ഭക്ഷിക്കുക. ജാഹിലിയ കാലത്ത് ബലിയറുത്തതിൽ നിന്ന് സ്വന്തം നിലക്ക് എന്ത് ചെയ്തുകൂടാ? ബലിയെടുത്തതിനെ ഭക്ഷിച്ചുകൂടാ എന്നുള്ള ഒരു പ്രവണത, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. അള്ളാഹ് പറയാണ് ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഭക്ഷിപ്പിക്കുക. ഭക്ഷിപ്പിച്ചു. ഭക്ഷിപ്പിക്കൽ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു കർമ്മമാണത്. എന്നാണ് ഇവിടെ പറഞ്ഞത്. ആരാ? അൽ ബാഇസ് അൽ ഫഖീർ. ബാഇസ് എന്ന് പറഞ്ഞാല് അങ്ങേയറ്റം അവശനായി പോയവനാണ് ബാഇസ്. അവന്റെ ആവശ്യം അത്രത്തോളം ശക്തമാണ്, അത്രത്തോളം ദരിദ്രാവസ്ഥയിൽ എത്തിയിട്ടുള്ള അൽ ബാഇസ് അൽ ഫഖീറിനെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഊട്ടുക, ഭക്ഷിപ്പിക്കുക. ഈ ബലിമൃഗങ്ങളിൽ നിന്നും ഭക്ഷിപ്പിക്കുക എന്ന്. അപ്പോൾ ഈ ഹജ്ജ് കാലത്ത് നടക്കുന്ന ഈ ബലിയെടുക്കൽ സമ്പ്രദായം അത് കുറെ കൂടി വ്യവസ്ഥാപിതമായിട്ട് ചെയ്യേണ്ടതാണ് എന്നും അത് ഏറ്റവും പാവപ്പെട്ടവരിലേക്ക് എത്തിക്കേണ്ടതാണ് എന്നും നമ്മൾ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ഉണ്ടാവും, നമ്മളിങ്ങനെ കുറച്ച് വ്യവസ്ഥകളായിട്ട് ചെയ്താൽ കുറച്ചും കൂടി ആവശ്യക്കാർക്ക് അത് എത്താണ്ടിരിക്കൂല. നമ്മൾ പിന്നെ അങ്ങനെ ഒരു ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് തിന്നാൻ തന്നെ പിന്നെയും തിന്നിട്ട് എങ്ങനെയെങ്കിലും തീർക്കേണ്ടി വരുന്നത്. ഏതായാലും അത് അത്തരം കർമ്മങ്ങളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള തൗഫീഖും അറിവും മനസ്സും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ വായനയും പഠനവും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും നയിക്കപ്പെടുന്ന ആ മഹശറ സഭയിൽ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന സൗഭാഗ്യപരമാളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന അമൽ സ്വാലിഹാത്തുകളിൽ നമ്മുടെ ഈ പരിശ്രമങ്ങളെയൊക്കെയും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.